നാടൻ രുചികളുടെ തരംഗമായി ആൻമിനിയും ഫ്ലെയിംസും. കലർപ്പില്ലാത്ത പഴമയുടെ കൊതിപ്പിക്കുന്ന രുചിവിശേഷം മാത്രമല്ല, പാചകകലയോടുള്ള അഭിനിവേശത്തിൻ്റെയും പ്രായം തൊടാത്ത പരിശ്രമത്തിൻ്റെയും കുടുംബരുചി കൂടിയുണ്ട് ആൻമിനിയുമ്മൻ്റെയും ഫ്ലെയിംസിൻ്റെയും വിജയകഥയ്ക്ക്. അടുക്കളയിൽ മാത്രം കാലം കഴിച്ചൊരു സാധാരണ വീട്ടമ്മയല്ല ആൻമിനിയുമ്മൻ. കൊൽക്കത്തയിലും UAE-യിലുമായി 30 വർഷത്തോളം അധ്യാപകയായിരുന്നപ്പോഴും നാട്ടിൽ അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന നാടൻ കറികളുടെ രുചി മാത്രം നാവിൽ നിന്ന് മാഞ്ഞുപോയില്ല. കറികളുടെ സ്വാദ് കൂട്ടുവാൻ അമ്മച്ചി കണ്ടുപിടിച്ച നുറുങ്ങുവിദ്യകളുടെ രഹസ്യവും ആൻമിനിയുടെ മനസ്സിൽ നിന്ന് പോയില്ല. വൈസ് പ്രിൻസിപ്പലായി കൊൽക്കത്തയിലെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഒറ്റ ചോദ്യമായിരുന്നു മനസ്സിൽ: ഇനി എന്ത് ചെയ്യണം? ചെറുപ്പം മുതൽ നാവിലും മനസ്സിലും കയറിക്കൂടിയ അടുക്കള രുചികളിലേക്ക് കൂടിയായിരുന്നു ഈ അധ്യാപികയുടെ മടങ്ങിവരവ്. അതുകൊണ്ട് ഒരിക്കലും സ്വാദു കുറയാത്ത നാടൻ രുചികളുടെ ലോകത്ത് തന്നെയാകട്ടെ പുതിയ പരീക്ഷണമെന്ന് തീരുമാനിച്ചു. അമ്മച്ചിയിൽ നിന്ന് കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമായ പാചകക്കൂട്ടുകൾ മാത്രമല്ല, അധ്യാപക ജോലിയുടെ തിരക്കിനിടെ അടുക്കള ജോലികൾ എളുപ്പമാക്കുവാൻ സ്വയം കണ്ടുപിടിച്ച കിച്ചൺ ടിപ്സുമുണ്ട്. രുചിയേറിയ ഭക്ഷണം ഇഷ്ടപ്പെടുമ്പോഴും അവ തയ്യാറാക്കുവാൻ സമയമില്ലാത്തതാണ് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ പരാതിയെന്ന് ആൻമിനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആനിൻ്റെ അടുക്കളയിൽ നിന്ന് ഫ്ലെയിംസ് എന്ന സംരംഭത്തിൻ്റെ പിറവി. പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുവാൻ നഷ്ടസാധ്യത പേടിച്ച് ചെറുപ്പക്കാർ പോലും മടിക്കുമ്പോഴാണ് ഫ്ലെയിംസ് എന്ന ബ്രാൻഡ് നെയിമിൽ മസാലക്കൂട്ടുകളും കറിക്കൂട്ടുകളുമായി ആൻമിനിയുമ്മൻ ധൈര്യപൂർവ്വം രംഗത്തിറങ്ങിയത്. ആ ധൈര്യത്തിന് പിന്നിൽ ഒറ്റ രഹസ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പാരമ്പര്യത്തിൻ്റെ ശുദ്ധിയിലും സ്വാദിലുമുള്ള വിശ്വാസം. കോവിഡ് കാലത്ത് ജോലി മതിയാക്കി മകൾ ലിസ എലിസബത്ത് ഉമ്മനും മരുമകനും കൂടി നാട്ടിലെത്തിയതോടെ ഫ്ലെയിംസ് ഒരു കുടുംബ സംരംഭമായി. തനിമ ചോരാതെ നാടൻ രുചിയുള്ള ഭക്ഷണവും കറികളും എളുപ്പത്തിൽ പാചകം ചെയ്തെടുക്കുവാനുള്ള വിദ്യയാണ് ആൻമിനിയുമ്മൻ്റെ ഫ്ലെയിംസ് അവതരിപ്പിച്ചത്. രുചിയിലുള്ള വിശ്വാസം ക്ലിക്കായതോടെ ഫ്ലെയിംസ് ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് പരിചിതമായ സ്വാദായി മാറി. സ്വാദിഷ്ടപ്പെടുന്നവർ ഏത് നാട്ടിലായാലും ഒരു വിളി മതി ഫ്ലെയിംസിൻ്റെ കറിക്കൂട്ടുകൾ കൊറിയറിൽ വീട്ടിലെത്തുവാൻ, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. 3 പതിറ്റാണ്ടുകാലം അധ്യാപകയായിരുന്ന ആൻമിനി അടുക്കള രുചികളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പിറന്നത് പാരമ്പര്യ സ്വാദുകളുടെ പുതിയ പരീക്ഷണം മാത്രമല്ല, ഒരു വ്യവസായ സംരംഭകയുടെ വിജയചരിത്രം കൂടിയാണ്. ലോക വനിതാ ദിനത്തിന് മുന്നോടിയായി ആ കഥയുടെ സ്വാദ് i2i പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ആൻമിനി ഉമ്മനും മകൾ ലിസ എലിസബത്ത് ഉമ്മനും. Hi, I'm Ann-Minnie Ummen. I'm born and brought up in Calcutta, got married and settled abroad. When I say abroad, I mean the Middle East. I was in UAE for about 20 years, then in Oman for about 15-16 years. And during this journey, I've been a teacher. Later on, I became the vice principal. I was teaching in O-level schools. And I have 2 children. One is a son. He is now based in Canada. Then I have a daughter. She's right now with me, but earlier she was based in Bangalore. Both my children are born and brought up abroad. So, and as for me, I was also outside. So basically, we all have a constraint of, speaking fluently in Malayalam. So pardon me for this in-between English that I come up with. And my husband was working with Bridgestone Tire as the general manager. He's been always in the tire industry. As for me, I'm from Purakal family. My father is from Purakal and Tiruvalla, and my husband is from Chandanapalli. Family name is Pakandathil. So we are basically from Kerala, but born and brought up in different parts of the world. Now retired, and we are settled back in Kerala. And Trivandrum is now our hometown. So this is where we like to settle for the rest of our life. Right now I've taken on to my passion since I'm retired and I don't have much other things to do. So I'm looking into doing, I've been doing some masalas which are totally preservative free and absolutely healthy. We buy the products and then we wash it. For example, whatever masalas we are making,
let's say chicken masala, it calls for about 8 or 10 ingredients. Now this main ingredients being coriander, chili, Kashmiri mirch, all those things. Those things we buy from the market, wash it, dry it, and then we powder it and we then start making our masalas. So doing this is not an easy job anymore. So people have happily taken on to, just buying whatever is available. But that's not very healthy for people is what I feel. In the long run, what happens is you don't invest into this time, you don't invest into your health. On the contrary, you go and pay for insurance for health, or you go and pay the medical bills. So what we are trying here in a very small way, we don't reach out to everyone, of course. We are trying our best, but hopefully we will reach out to a good crowd, especially now that we are on this channel. I think we'll reach out to a bigger crowd, and that should help a lot of people. I started this in the year 2019. Then with the coming of pandemic, things turned out to be a little difficult for us, rather for me, because I was doing it alone initially. As a retired person, I didn't want to do anything big, but something to keep me busy along with my passion. Pandemic played bad roles on everyone, and unfortunately my son-in-law and daughter lost their jobs. Then they came down to Kerala, and that's when my daughter decided to join me. She was totally welcome, because naturally 2 heads are better than one. So sitting and getting bored was not exactly her cup of tea. So she joined me. With that, she joined. Then soon enough, her husband also said, can I also join in, and instead of sitting idle. So I have 2 hands helping me out. And that's how she came into the business. She's from a corporate world, but she has found this very good and attractive. And anything learned from your parents, I think, is the best thing. So I introduced my daughter, Lisa. She will talk about her journey with us. Hi, my name is Lisa Elizabeth Umman. I was born and raised in the Middle East, and I moved to India in 2007 to do my UG, and I've been in India ever since. Like my mom was saying, the pandemic was not kind to a lot of us, and part of that, me and my husband lost our jobs. So we moved back here, joined her, and we've been doing the business with her. It's helped scale up the business quite a bit, because we have joined, because she has only certain capacity on her own. When 2 more people joined her, it was easier for her to scale up the business. Our business has we have 16 curated masala powders, basically her cooking of 30 years, which have been converted into recipes. So every masala powder you buy from us, we have a recipe that goes with it, that gives you specific instructions on how to cook. You don't have to struggle with cooking anymore. You just have to take 3 spoons or 4 spoons of whatever we have made, and that's how you cook it. So I think we've come quite a long way in the last 2 years, and we hope to scale higher as we move ahead. അപ്പം ഈ കുക്കിങ്ങിലേക്ക് ഒരു പാഷനാണെന്ന് മാഡം പറഞ്ഞു. അത് എങ്ങനെയാണ്, അത് മാതാവിൻ്റെ കയ്യിൽ നിന്നാണ്, എങ്ങനെയാണ് ഈ ഒരു കുക്കിങ്ങിലേക്ക് ഒരു താല്പര്യം വന്നത്? 100% ക്രെഡിറ്റ്സ് ടു മൈ മദർ. കാരണം കൊച്ചിലെ മുതൽ ഒരു വെക്കേഷൻ കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഫുൾ ടൈം അമ്മയുടെ കൂടെ, ഞങ്ങൾ 6 പേരാണ്, ആൻഡ് 3 girls 3 boys. പക്ഷേ അമംഗ് ദ സിബ്ലിങ്സ് ഐ വാസ് ദി ഓൺലി വൺ ഹു വാസ് ഓൾവേസ് ഇൻ ദ കിച്ചൺ വിത്ത് മൈ മദർ. വെക്കേഷൻ കിട്ടിയാൽ, ഒരു ഗസ്റ്റ് വന്നാൽ എന്നെക്കൊണ്ട് ആ പ്രായത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഐ യൂസ് ടു ഹെൽപ്പ് ഹർ ഇൻ ദ കിച്ചൺ. And all I've heard is whenever my mother makes something, the compliments have always been pouring in. അപ്പം അത് കണ്ട് കേട്ട് I think I really took a passion for that. പിന്നെ as I went forward in my married life, all I know is I don't generally call too many guests, പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒത്തിരി പേരിങ്ങനെ വന്നും പോയി ഇരിക്കും. അപ്പോൾ ഇവർക്കെല്ലാം ഹോട്ടലിൽ നിന്ന് പുള്ളി പറയും ചിലപ്പം ഡോണ്ട് ടേക്ക് ദ ട്രബിൾ, ബിക്കോസ് ഐ എം ഓൾസോ വർക്കിംഗ്. So he says we'll buy from outside, but I feel when somebody is coming home, you have to give them home food, not buy from a hotel. They can go and eat. അപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനും കുറച്ചാണെങ്കിലും അതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. യൂഷ്വലി ഒരു പ്രൊഫഷണലിൽ കംഫർട്ടായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുക്കിംഗ് എന്ന് പറയുന്നത് സൈഡ് ലൈൻ ചെയ്യും, ഒന്നെങ്കിൽ ഫാസ്റ്റ് ഫുഡിലേക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്ക് പോകും, നേരെ ഓപ്പോസിറ്റ് സൈഡ്. പക്ഷേ മേഡത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ പ്രൊഫഷനോടൊപ്പം തന്നെ കുക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ടുപോയി അത് വീട്ടിൽ തന്നെ അത് എക്സ്പെരിമെൻ്റ് ചെയ്തു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് തന്നെ അതിനെ ഒരു എന്താ പറയുന്ന ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ ലൈൻ ബിസിനസ് ആക്കി തന്നെ
മാറ്റാനും സാധിച്ചു. പിന്നെ അതുപോലെ പാൻഡമിക് വന്ന് എല്ലാവരും പകച്ചു നിന്നപ്പോൾ തന്നെ വളരെ ബോൾഡായിട്ട് ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തു. ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങി. അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല ഒരു ഫീഡ്ബാക്ക്. കാരണം വിതിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം തന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രിഫേർഡ് ബ്രാൻഡ് ഒരു പ്രിഫേർഡ് ആൻഡ് ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അന്നേരം അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ്? തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് അറിയാമെന്ന് വെച്ചാലും ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് അതിനുള്ള ഒരു ബയറെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയായിരുന്നു നമ്മൾ ആ ഒരു ചലഞ്ച്? ആദ്യം ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് വേണേൽ പറയാം. കാരണം 2003 മുതൽ 2006 വരെ വി ഹാഡ് ഫ്ലെയിംസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഞാൻ വന്ന് വീട് പണിക്കും മോടെ പഠിത്തത്തിനും ഞങ്ങളിവിടെ വന്ന് താമസിച്ചു. വീട് പണി കഴിഞ്ഞു, മോള് സ്കൂളിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ചെയ്യാനൊന്നുമില്ല. അന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ് ബിസിനസ്. കാരണം ഐ റിയലി വാണ്ടഡ് ടു ബ്രിങ് ദിസ് ടു ദ പീപ്പിൾ. And as far as I was concerned, it's very easy for me to do because I love doing it. അപ്പോൾ അന്ന് തന്നെ ഒരു പേര് ഓൾറെഡി ഫ്ലെയിംസിന് ആയിരുന്നു. എന്തുകൊണ്ട് ആ പേരിന് അങ്ങനെ ഫ്ലെയിംസ് എന്നൊരു പേര് തന്നെ ഒരു ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്യാൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? പ്രത്യേക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ആദ്യം ഇട്ട പേരെന്ന് പറഞ്ഞാൽ ആൻസ് ടേസ്റ്റ് ഓഫ് ഹോം എന്നാണ് ഇട്ടത്. പക്ഷേ ആൻസ് എന്ന് ഇട്ടപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, പുള്ളിക്കാരി തിരുവല്ലയില്ല, പുള്ളിക്കാരി പറഞ്ഞു ആൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു സ്ഥാപനമുണ്ട്. സോ ഇഫ് യു പുട്ട് ആൻസ് ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ ഇമിറ്റേറ്റിംഗ് ദം. പീപ്പിൾ മേ തിങ്ക് ഇറ്റ് ഇസ് ദാറ്റ് ബ്രാൻഡ് ആൻഡ് കം ടു യു. സോ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഫ്ലെയിംസ് ഇസ് എ വേർഡ് വിച്ച് ഇസ് കണക്റ്റഡ് ടു ഫയർ. ആൻഡ് സിൻസ് ഐ മീൻ ടു കുക്കിംഗ് ഐ തോട്ട് ഐ പുട്ട് ഫ്ലെയിംസ് ആൻഡ് ഇറ്റ് ജസ്റ്റ് ക്ലിക്ഡ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മൈ ജേർണി ഫ്രം ദെയർ ഓൺ ആസ് യു ആസ്ഡ് ഇസ് ബേസിക്കലി ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സിബിഷൻ ചെയ്തു. ആൻഡ് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ മൈ ഓൺ. ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തു, ശ്രീമൂലം ക്ലബ്ബിൽ ഒരു എക്സിബിഷൻ ഉണ്ട്, പുള്ളി കൊണ്ട് എൻ്റെ പേരും കൊടുത്തേച്ച് പറഞ്ഞു യു ഡോണ്ട് ഹാവ് എ ചോയ്സ്, ഞാൻ അഡ്വാൻസ് പേ ചെയ്തു, യു ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് I said, I don't even have the infrastructure. അന്ന് മോളും സ്കൂളിൽ, സോ ഐ എം ലൈക്ക് യങ്. I was too new into this thing. He said, എങ്ങനെയും ചെയ്തു, ഞങ്ങളെല്ലാം സപ്പോർട്ടുണ്ട്. സപ്പോർട്ടെന്ന് പറഞ്ഞു. I said, okay, fine. കാശും കൊടുത്തതാ. So I went ahead and did one exhibition. ആദ്യത്തെ എക്സിബിഷൻ ശ്രീമൂലം ക്ലബ്ബിൽ 2003. So അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? It was very good. That gave me the inspiration to go ahead and do more. പിന്നെ ആ ഒരു സമയത്തുള്ളായിരുന്ന എല്ലാ എക്സിബിഷൻസിലും മറ്റേ നിശാഗന്ധി, പുത്രി കണ്ടം, ഇങ്ങനെ വന്ന എല്ലാ എക്സിബിഷൻസിലും ഐ യൂസ് ടു വേർഡ് ഓഫ് മൗത്തിലാണ് നമ്മളുടെ ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തതും നമ്മുടെ ഒരു ഓഡിയൻസിനെ ബിൽഡപ്പ് ചെയ്തതും നമ്മുടെ ഒരു മാർക്കറ്റിംഗ് നടത്തി. യെസ് അന്നും ഇന്നും അങ്ങനെ. ഞങ്ങൾ വലിയൊരു കട ഇടുക, അല്ലെങ്കിൽ വലിയൊരു കട ഒരു സമയത്ത് ഇട്ടെന്നിരിക്കും. ദാറ്റ് ഈസ് ഓൺലി ടു help the older generation like me. കാരണം ഞങ്ങൾക്ക് ഈ ഓൺലൈൻ പർച്ചേസസ് അത്രയും ഇറ്റ് ഡസൻറ്റ് സൂട്ട് അസ് ഓൾഡ് പീപ്പിൾ. യങ്സ്റ്റേഴ്സിനെല്ലാം ഓൺലൈൻ വേണം, സാധനം വീട്ടിൽ വരണം. പ്രായമുള്ളവർക്കും തന്നെ ഒന്ന് കടയിൽ പോകണം, കടയിൽ നിൽക്കുന്നവരോടൊന്ന് സംസാരിക്കണം, അവിടെ കാണുന്നതൊക്കെ ഒന്ന് എടുക്കണം, നോക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കണം, എന്നിട്ടും മേടിക്കണം. സോ കട ഇസ് എ സെക്കൻഡറി ലോങ് ഡ്രോൺ തിങ്. സോ ഇനീഷ്യലി വാട്ട് വി ഡിഡ് വാസ് ടോട്ടലി എക്സിബിഷൻസ്. ആൻഡ് ആ എക്സിബിഷനിൽ വരുന്നവർ പിന്നെ ഓരോരുത്തരോട് പറഞ്ഞു ഒരു ഫ്ലെയിംസിന്റെ പ്രോഡക്റ്റ് റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ടോട്ടലി നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് പ്രോഡക്ട്സിലാണോ? ഫുഡ് പ്രോഡക്ട്സ്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് റേഞ്ച് നമ്മുടെ നിലവിലുള്ളത്? മെയിൻ ഫുഡ് പ്രോഡക്റ്റ് ഇസ് ദ മസാലാസ്. which is curated by me. Some masalas have been curated by my daughter, but main curry items മുഴുവൻ ഞാനാണ്. പുള്ളിക്കാരി ചായയുടെ പേഴ്സണാണ്. അപ്പോൾ ചായക്കുള്ള 2-3 മസാല ചായ്സ് ഷീ ഹാസ് മെയ്ഡ്. സോ വി ജസ്റ്റ് ഓരോന്നും ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മസാല നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇറ്റ് ടേക്സ് അബൌട്ട് 6 to 8 months. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെ ജസ്റ്റ് ഒരു കൈ അളവ്, കണ്ണളവ്, സ്പൂൺ അളവിലാണ് നമ്മൾ മസാലാസ് ഇടുന്നത്. ചായയുടെ കാര്യം പറഞ്ഞു, എന്താണ് അതിന്റെ USP എന്താണ്? ഏത് തരം എന്തൊക്കെ ഫ്ലേവേഴ്സ് ആണ്? ഹൗ ഡു യു മേക്ക് ഇറ്റ്? Two types. One is a masala chai mix and one is a cardamom chai mix. So the masala chai mix has 6 spices in it. We don't add the tea powder, it's only the whole spices: dried ginger, pepper, cinnamon, cardamom, clove and nutmeg. It's in the whole form, so it's very potent. So when someone makes a cup of tea, they just need to add 1 pinch for 1 cup of tea and it will give good flavor. They can, of course, if they like the flavor, if they like more flavor, they can add more to it. The other one is with just 4 flavors. 4 ingredients, and the flavor that stands out is cardamom flavor in that. So is there any specific brand name for that tea powder?
No, Or it's just Flames. It's part tea? under the Flames Under the banner Flames itself. tea. അതിന് ഒരു സെപ്പറേറ്റ് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി അതിന് അങ്ങനെ ഓരോ പ്രോഡക്റ്റ് റേഞ്ച് നമ്മൾ കൊടുത്തിട്ടില്ല. ഇല്ല. ഓക്കെ ഓക്കെ. ഇതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട് ഒരു ടീയുടെ? It goes like hotcakes in every exhibition. Chalapam people tell us in advance that when you're participating in the exhibition, keep this aside for us so that it's available when we go there. It's really picked up very well. പിന്നെ ഈ മസാലാസ് എന്ന് പറഞ്ഞാൽ എന്ത് തരം മസാലാസ്, എന്തൊക്കെ പ്രിപ്പറേഷനുള്ള മസാലാസ് ആണ് നമ്മൾ? നോൺ വെജിൽ ഞങ്ങൾക്ക് ചിക്കൻ, ബീഫ് ഒലത്തിയത്, കീമ, then we have fish curry, we have chicken biryani, I think in meat masala, that is basically mutton. So 6 non-veg we have. Then in veg we have paneer butter masala, kabuli chana. Those are basically the North Indian dishes which is generally not available in. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി പ്രത്യേകിച്ച് ഒരു സെൻട്രൽ ട്രാവൻകൂർ ബേസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സിനോട് ഒരു താല്പര്യം? കാരണം ഞാൻ ജനിച്ചു വളർന്ന കൽക്കട്ടയിലാണ്. അപ്പം ദാറ്റ് നോർത്ത് ഇന്ത്യൻ ടച്ച് വാസ് ഓൾവേസ് ദെയർ. മനസ്സിലായി. അപ്പോൾ അതിനെ നമ്മൾ, കാരണം ഇവിടെ പലരും എനിക്കറിയാം നോർത്തിലൊക്കെ താമസിച്ചിട്ട് വന്നവർ. പിന്നെ ഇപ്പോൾ പൊതുവേ ഇഫ് യു ലുക്ക് അറ്റ് കേരള ലോട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻസ് അതെ. അപ്പോൾ അവർക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നില്ലെന്നുള്ളത് ഇപ്പോൾ ഒരു ബാങ്കിൽ പോയാൽ അവിടുത്തെ സ്റ്റാഫും പറയും, ടെക്നോ പാർക്കിലുള്ളവരും പറയും. ഇങ്ങനെ ലോട്ട് ഓഫ് പീപ്പിൾ കീപ് സേയിങ് ഇവിടെ വി ഡോണ്ട് ഗെറ്റ് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഓർ ഗുഡ് ഫുഡ്. ഇപ്പം റൈറ്റ് നൗ ദർ ആർ 1 or 2 ബ്രാൻഡ്സ് വിച്ച് ആർ ഗിവിങ്, ബട്ട് അതർവൈസ് ഇറ്റ്സ് നോട്ട് ദ. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ലാത്തൊരു സാധനം ആകുമ്പം കുറച്ചും കൂടെ ഇറ്റ് പിക്സ് അപ്പ് ദ മാർക്കറ്റ് ആൻഡ് വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ പീപ്പിൾ ഹൂ നീഡ് ഇറ്റ്. നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ഇപ്പം ഇത് വർക്കിംഗ് ക്ലാസ് ആണോ അതോ നമ്മൾ ആരെയാണ് ഈ ഒരു പ്രൊഡക്റ്റോട് ടാർഗറ്റ് ചെയ്യുന്നത്? 2 കാറ്റഗറീസിനെ ടാർഗറ്റ് ചെയ്യും. ആക്ച്വലി 3. One is men. Many of them are staying separate from the family for whatever reason, job wise or whatever. അവർക്ക് കുക്കിംഗ് അറിയത്തില്ല. പിന്നെ ഈ ജോലിയും കഴിഞ്ഞ് വന്ന് പെണ്ണുങ്ങളെപ്പോലെ അവർ ദേ വോണ്ട് ടേക്ക് ദി എഫേർട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഈ മസാലയുടെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ മസാല മാത്രം ഇട്ടാൽ മതി. സാധാരണഗതിയിൽ ഇപ്പം ഞാൻ അതാണ് എനിക്കറിയേണ്ടത്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിഷ് ഉണ്ടാക്കണം, എനിക്കിപ്പോൾ ഒരു ബീഫ് ഒലത്തിയത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് 6, 7, 8 നമ്മുടെ അമ്മച്ചിമാരുണ്ടാക്കുന്ന രീതിയിൽ ഓരോന്ന് എടുത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു കൺസെൻറ്റ് ആവശ്യമില്ല. ജസ്റ്റ് എനിക്ക് ഈ മസാലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ബീഫ് ഒലത്തിൻ്റെ ഞങ്ങൾക്ക് വീഡിയോസ് വരെ ഉണ്ട്. ലൈക്ക് ഞങ്ങളൊരു റെസിപ്പി, ഒരു മസാല കൊടുക്കുമ്പം വി ഗിവ് എ റെസിപ്പി ഓൾസോ ആൻഡ് മെനി ഓഫ് ദം ഹാവ് എ വീഡിയോ ഓൾസോ. അപ്പം ചിലപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കാനും എ പേഴ്സൺ ഹൂസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ് കനോട്ട് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ബീഫ് ഒലത്തിയത് ടിപ്പിക്കൽ സെൻട്രൽ ട്രാവൻകൂർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബീഫ് കഴുകുക, കുക്കറിലിടുക, ഉള്ളി അരിഞ്ഞിടുക, തേങ്ങാക്കൊത്തിടുക, ഞങ്ങളുടെ മസാല ഫ്ലെയിംസ് 1 container മസാല എന്നാണ് ഞങ്ങളതിന് പറയുന്നത്. കാരണം ഒറ്റ ഒരു കണ്ടെയ്നർ, ഇൻസ് ഓഫ് 8 containers യു ഓപ്പൺ 1 container ആൻഡ് യു ഗെറ്റ് യുവർ മസാല. അതും ഇടുക, എണ്ണ, ഉപ്പ്, കരിയാപ്പില ഇട്ടു അടച്ചു. വൺസ് ഇറ്റ് ഇസ് ദ മീറ്റ് ഇസ് കുക്ക്ഡ്, ഇച്ചിരി വെളിച്ചെണ്ണ ഒരു തവയിൽ ഒഴിച്ചിട്ട് യു ജസ്റ്റ് ഒലത്ത് ഫ്രൈ ആൻഡ് ഇറ്റ് ഈസ് റെഡി. സോ ഇറ്റ്സ് ലൈക്ക് വെരി ഈസി. അല്ലാതെ ഇത് എല്ലാം അരിഞ്ഞ് വഴറ്റി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും കൂടിയോ കുറഞ്ഞോ എന്നുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. ടേസ്റ്റിനെ കുറിച്ച് കൺസേൺഡ് വേണം. അന്നേരം ഒരു മൾട്ടി ഡയമെൻഷണൽ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു മസാല പാക്കിലൂടെ നമ്മൾ നൽകുന്നത്. അന്നേരം കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് ആഗ്രഹിക്കുന്ന ആർക്കും ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ്. ഈവൻ പിള്ളേർക്കും, ലൈക്ക് യു ആസ്ക്ഡ് ഹു ആർ ദ ഓഡിയൻസ്, സോ മെൻ ഫിനിഷ്ഡ്, ഗേൾസ് ഹു ആർ വർക്കിംഗ്, ദേ കം ബാക്ക് ലേറ്റ് നൈറ്റ്. ഇപ്പോഴത്തെ ജോലി അവേഴ്സ് ആർ ടു ലോങ്. അപ്പോൾ അവർ തിരിച്ച് വന്നു കഴിയുമ്പോൾ അവർക്ക് ഒത്തിരി ടെൻഷനൊന്നും വേണ്ട. ഈ മസാല ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് അവർക്ക് കൊച്ചുങ്ങളുടെ കാര്യം നോക്കാം, ബാക്കി കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാം. സോ ദാറ്റ് ഇസ് എൽഡർലി ലേഡീസ്, ദേ നോ കുക്കിംഗ് വെരി വെൽ. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഈ 5-8 ഡബ്ബ തുറക്കുക, അതിൽ നിന്ന് കറക്റ്റ് പ്രൊപ്പോർഷൻസ് എടുക്കുക, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിച്ച് ഐ ഹാവ് സീൻ ഇൻ കേസ് ഓഫ് മൈ മദർ. കാരണം ഒരു പ്രായം കഴിഞ്ഞു, ഷീ ഹാഡ് എ സ്ട്രോക്ക്, എന്നിട്ട് പിന്നെ അത് ചെയ്യാൻ നോക്കുമ്പം ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ അവർക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അവർ ആ ചിക്കൻ മസാല മാത്രം ഇട്ടാൽ മതി. സോ കുക്കിംഗ് ബിക്കംസ് ഈസി ഫോർ ഓൾ ദിസ് ലോട്ട് ഓഫ് പീപ്പിൾ. ദാറ്റ് ഈസ് അവർ ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം i2 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും നമുക്ക് പ്രേക്ഷകരുണ്ട്. ലോകത്തിൻ്റെ എമ്പാടും നിന്ന് ഇപ്പോൾ ഇത് ഇവർ വീക്ഷിക്കുകയാണ്. അവർക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുവാനുള്ള ഓപ്ഷൻ എന്താണ്? ഇത് there are 2 ways. One, we have a website. അപ്പം they can book, place their order. വെബ്സൈറ്റ് എങ്ങനെയാണത്? അതിൻ്റെ അതിൻ്റെ വെബ്സൈറ്റ് www.flamesAN'sTasteOfHome. ANTI's Taste of Home in the ATH.com. അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴി അവർക്ക്
ഓർഡർ പ്ലേസ് ചെയ്യാം, അവർക്ക് കിട്ടും. പിന്നെ അതല്ലാതെ ഇത് ഏതെങ്കിലും ഷോപ്സിലോ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ്സിലോ അങ്ങനെയുള്ള പ്ലേസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്? ഇതുവരയ്ക്കും only we have given it to one place. Actually, we are not looking at shop based now, though people are approaching us, so we may give because somebody has approached us. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിൽക്കാൻ ഒരു ഇതില്ല, പ്ലാൻ ഇല്ല. ബട്ട് അഗെയിൻ ഇഫ് സംബഡി വാണ്ട്സ്, we are only pleased to help them out or give it to them, and avarum they will also promote it as an added benefit to us. അപ്പോൾ നിലവിലുള്ള ഒരു ചലഞ്ച്, ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെളിയിൽ നിന്നുള്ള ഫുഡ്, ജങ്ക് ഫുഡ്സ്, അതല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരുന്നു. പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കിങ്ങിൽ അല്പം താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഒരു നമ്മുടെ മസാല. അപ്പം അന്നേരം ഇപ്പോൾ ഇത് ട്രിവാൻഡ്രത്താണ് ഇങ്ങനെയുള്ളൊരു ബ്രാൻഡും ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്കിലും ഇത് ലോകത്ത് എവിടെ നിന്നും ആൾക്കാർക്ക് ഇത് അവൈലബിൾ ആണ് ത്രൂ the website or even through WhatsApp. ഇപ്പം വാട്സാപ്പ് ഉണ്ട്. വെബ്സൈറ്റ് പോകാൻ അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പിൽ കൂടെ നമ്മളെ അപ്രോച്ച് ചെയ്യാം, ആൻഡ് they will be able to get it to us. മസാല അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സ് നമ്മുടെ ടീയുടെ കാര്യം പറഞ്ഞു, മസാല പറഞ്ഞു, ഇനി അതർ? We do pickles, പല ടൈപ്പ് പിക്കിൾസ് ഉണ്ട്. ആക്ച്വലി ഞങ്ങളുടെ മെനുവിൽ there are about 30 odd pickles, ബട്ട് മാക്സിമം മൂവ് ചെയ്യുന്നത് ബീഫ് ഉണ്ട്, ഫിഷ് 2 ടൈപ്പ് ഉണ്ട്, പിന്നെ ഓൾ ദിസ് പാവയ്ക്ക, മാങ്ങ, അമ്പഴങ്ങ, കരിനെല്ലിക്ക ഇസ് എ വെരി ഓൾഡ് ആൻഡ് ട്രഡീഷണൽ പിക്കിൾ. അതിപ്പോൾ കടയിലെങ്ങും കിട്ടാറില്ല, അമ്മച്ചിമാരും ഇല്ല ഇതുണ്ടാക്കി. അതെ അതെ, അല്ലാതെ സാധാരണഗതിയിൽ ഒരു കടയിൽ നമുക്ക് കിട്ടാറില്ല, ബാക്കി പല ടൈപ്പ് പിക്കിൾസ് ഇപ്പോൾ കിട്ടും. സോ കരിനെല്ലിക്ക ഇസ് വൺ തിങ് വി സ്പെഷ്യലൈസ്. കാരണം നമ്മൾ കുറച്ച് പഴമയുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഹൗ ഫാർ വി വിൽ ഗോ വി ഡോണ്ട് നോ. അപ്പം അങ്ങനെ വരുമ്പം ഈ പിക്കിൾസ് പല ടൈപ്പിൽ. കരിനെല്ലിക്കയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ ജിഞ്ചർ, ഗാർലിക്, നെല്ലിക്കയുടെ തന്നെ ഗുണങ്ങൾ, ഇങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മളതിനെ 15 ദിവസം അതിനെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് ആ കരി കളറ് വരുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് കരിനെല്ലിക്ക. പിന്നെ അതിനെ എടുത്തിട്ട് നമ്മൾ സാധാരണ പിക്കിൾ ഉണ്ടാക്കുന്നുള്ളൂ. ആൻഡ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ പിക്കിൾസ് ആ ഒരുപാട് ഉപ്പില്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല. അന്നേരം പ്രഷറോ അല്ലെങ്കിൽ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്കും അത് കഴിക്കാം. പലർക്കും അച്ചാറ് അല്ലെങ്കിൽ പിക്കിൾസ് കഴിക്കണമെന്ന് വളരെയേറെ ആഗ്രഹം കാണും, അവർക്ക് ഭയമാണ് ഇത് തൊടാൻ. പക്ഷേ ഇത്തരം നമ്മുടെ പ്രോഡക്റ്റ് അവർക്കും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. കാരണം അതിന്റെ ഉപ്പ് നമ്മൾ വളരെ കുറച്ചിടുന്നത്. ഇനി മറ്റെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് നമ്മൾ ഇതിനകത്ത് ഒന്നും പ്രിസർവേറ്റീവ്സ് ഒരു ഫുഡിലും ഞങ്ങളുടെ ഇതിലില്ല. സോ വി സജസ്റ്റ് ദാറ്റ് യു കീപ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ്. വൺസ് യു ബൈ ഇറ്റ് ഫ്രം us, ഫ്രം അവർ സ്റ്റോർ, ഫ്രം അവർ കിച്ചൺ ടു യുവർ ഫ്രിഡ്ജ്. ദാറ്റ് ഈസ് വാട്ട് വി സേ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആൻഡ് എപ്പോഴും മേക്ക് ഷുവർ ദർ ഇസ് ഓയിൽ ഫ്ലോട്ടിങ് ഓൺ ദ ടോപ്പ് സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് ബാഡ്. പിന്നെ അപ്പം ഓയിൽ ഒത്തിരിയായി അങ്ങനെ ഒരു പിക്കിൾ കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഞങ്ങൾ പറയുന്നത് യു യൂസ് എ ഡ്രൈ ഫോർക്ക്. സ്പൂണിന് പകരം ഫോർക്കും കൊണ്ട് എടുക്കുക. അപ്പം എണ്ണ ഒലിച്ച് താഴോട്ട് കുപ്പിയിൽ തന്നെ കിടന്നോളും, ആൻഡ് ഓൺലി ദ മാറ്റർ കംസ് ഇൻ ടു യുവർ പ്ലേറ്റ്. സോ അങ്ങനെ. ഇപ്പം ഈ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് പിക്കിൾസ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടോ? കേറ്ററിംഗ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്. ഇനിയും ക്രിസ്മസ് വരാൻ പോകുന്നു, അന്നേരം ഇനിയും അത്തരത്തിലുള്ള കേക്കിന്റെ തിരക്ക് തുടങ്ങും. അതെ അന്നേരം അത്തരത്തിലുള്ള ഹോം മെയ്ഡ് കേക്ക്സ് അവൈലബിൾ ആണ്. അന്നേരം അതും ഈ പറഞ്ഞ പോലെ, പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം ബേസ്ഡ് അല്ലേ അതിന് പോസിബിലിറ്റി? അന്നേരം ബാക്കിയുള്ളവർ ക്ഷമിക്കുക, തിരുവനന്തപുരത്തുള്ളവർക്ക് മാത്രമേ കേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളോട് നേരത്തെ പറയുക, വി വിൽ സ്പെഷ്യലി കേറ്റർ ഫോർ യു. അങ്ങനെ. പിന്നെ അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സ് അനുസരിച്ചുള്ള കാറ്ററിംഗ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓണസദ്യ ഒരുക്കാറുണ്ട്. അങ്ങനെയുള്ള സ്പെസിഫിക് നീഡ്സ് അനുസരിച്ച് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഗെറ്റ് ടുഗദേഴ്സോ ബർത്ത്ഡേ പാർട്ടീസ്, സെലിബ്രേഷൻ ഏതായാലും അങ്ങനെയുള്ള ഒക്കേഷൻസിൽ നമ്മൾ ഹോംലി ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ. പിന്നെ ഈവൻ ലൈക്ക് വെളിയിലൊക്കെ ഉള്ളവർ, ലൈക്ക് ഇപ്പം US-ലും അവിടെ ഇവിടെയുള്ള അത്രയും ദൂരം ഉള്ളവരും ഒരു ഒക്കേഷൻ വരുമ്പം ദേ വാണ്ട് ദ ഗ്രാൻഡ് പേരൻസ് ഓർ പേരൻസ് ടു ഹാവ് സം ഹോം ഫുഡ്. അവർ കുക്ക് ചെയ്യരുത്, പക്ഷേ അവർക്ക് എന്തെങ്കിലും നല്ലത്, ദേ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദ ഹോട്ടൽ ഫുഡ്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയാറുണ്ട്. പിന്നെ നമ്മളത് ഉണ്ടാക്കിയിട്ട് നമ്മളത് അറേഞ്ച് ചെയ്യുന്നു. സോ ദേ വെരി ഹാപ്പി ദാറ്റ് അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഇങ്ങനെ അവർക്കൊരു സ്പെഷ്യൽ മീൽ അറേഞ്ച് ചെയ്തു. ഇതൊരു തലമുറകളായി പാസ് ഓൺ ചെയ്യുന്ന മാതിരി. ഇപ്പം അമ്മയിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ
മേഡത്തിനുണ്ടായി. അതുപോലെ മേഡത്തിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷൻ മകളിലേക്ക് ഉണ്ടായി. സാധാരണഗതിയിൽ വൺസ് ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കോർപ്പറേറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഇത്തരത്തിലുള്ള ഒരു ഫീൽഡിലേക്ക് ഒരു നല്ല ശതമാനം ആൾക്കാർക്കും താല്പര്യം തോന്നത്തില്ല. ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു എക്സ്പീരിയൻസും? How do you compare with this? I used to work almost 16-17 hours in a day when I was in Bangalore, which takes a toll on your health also after a point of time. So idilekku mariyapam at least I am doing similar hours of work, but it's at least I'm doing it for myself. At the end of the day, there's that satisfaction that you've put in the time for yourself. So I find this very satisfying to do. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്കും കിട്ടുമ്പം ദാറ്റ്സ് ഗ്രാറ്റിഫൈങ്. പിന്നെ കസ്റ്റമേഴ്സ് നല്ല റിവ്യൂസ് ഓൾമോസ്റ്റ് എവറി ടൈം ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ ഞങ്ങൾക്കൊരു ബാഡ് റിമാർക്കോ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പം നമുക്കൊരു എൻകറേജ്മെൻറ്റ് അത് കുറച്ചും കൂടെ ചെയ്യാൻ. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ബാൻഡ് വിഡ്ത്ത്, അതായത് ഒരു ലിമിറ്റഡ് ടു നമ്മളുടെ ആ ഒരു ഫോക്കസ്ഡ് കസ്റ്റമേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. Because if you try to do a large scale, you will have to outsource a lot of the work. Then that becomes difficult. ഒരു ക്വാളിറ്റി ഡിറ്റോറിയേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. അത് നമുക്കതിനെ പിന്നീട് അതിനൊരു ഹോം പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് എനി അതർ പ്രൊഡക്ഷൻ മാതിരി അതിലേക്ക് അത് പോകും. വി പ്ലാൻ ടു കീപ്പ് ഇറ്റ് ആസ് സ്മോൾ ആസ് പോസിബിൾ. അങ്ങനെ ഒരു വലിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇതില്ല. ബട്ട് വി വോണ്ട് ടു മേക്ക് ഷുവർ ഹൂഎവർ ഹാസ് ഇറ്റ് ദേ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. So my message to all the viewers is, നമുക്ക് പ്രായം ഒരു വിഷയമേ അല്ല. ആൻഡ് എത്രയും നമുക്ക് എയിൽമെൻറ്റ്സ് ഉണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് മീ, ഐ ഹാവ് മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. ഐ ഹാവ് ബ്രോക്കൺ ഓൾ മൈ ബോൺസ് ഇൻ ഡിഫറെൻറ്റ് ഇൻസിഡൻറ്റ്സ്. പക്ഷേ ഐ ഹാവ് റിസൺ ഫ്രം ഓൾ ദാറ്റ്. ആൻഡ് ടുഡേ അറ്റ് ദി ഏജ് ഓഫ് 59 I started this. I'm 63 now, so 4 years with all my ailments I've managed to do this. Idu aarku venelum cheyyam. If I can do it, I feel anybody else can do it. And business is not something just for men. Women can also do it. So all the women out there, don't sit and worry about all your problems, all your domestic issues. Adella idinte kooda namakku nadattikondum. So just go out and take charge of your passion, and that will definitely thrive. That is one thing. Second thing is, always invest in your health, not in anything else. നമ്മൾ എത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നോ അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ അവർ ഹെൽത്ത്. So take care so that you don't have to keep paying for insurance. You don't have to go through the mental and physical trauma of health. Not to mention, ബാക്കിയുള്ളവർക്ക് വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം അതൊരു പ്രോബ്ലമാണ് നമുക്ക് അസുഖം വന്നാൽ. അതുകൊണ്ട് കീപ്പ് ആക്റ്റീവ് ആൻഡ് യു വിൽ ഡു വെരി വെൽ. ഇത്തരത്തിലൊരു മെസ്സേജ് ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ, ഇന്ന് കേരളത്തിലും ലോകമെമ്പാടിരുന്ന ആൾക്കാർ പറയും വളരെ ക്രൈസിസ് ആണ്, ജോലിക്ക് പാട്, അല്ലെ അത്തരത്തിലുള്ള പല ഡിഫിക്കൽട്ടീസിനെയും ക്രൈസിസിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ക്രൈസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു കംഫർട്ട് ലെവലിൽ നിന്ന്, കാരണം നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടുപേർക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്സിനും ജോബ് ഉണ്ടായിരുന്നു, ഇൻകത്തിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. സ്റ്റിൽ അതെല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് വേണമെങ്കിൽ റിസഷൻ ടൈമിലോ അല്ല കോവിഡ് ടൈമിലോ പാൻഡമിക് ടൈമിലോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഇരിക്കാം, ഏതാണ്ട് അത്തരത്തിലുള്ള ക്രൈസിസ് എല്ലാം നമ്മൾ പാസ് ഓൺ ചെയ്തുകൊണ്ട് ഐഡിയലി നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഇതിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയും ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും ആ ഇനിഷ്യേറ്റീവിലൂടെ നമുക്ക് അതിനകത്ത് നിന്ന് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻകം വിച്ച് വി ആർ ഗെറ്റിംഗ്, അങ്ങനെ ഒരു ഇൻകത്തിൽ നിന്നുപരി അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എല്ലാവരുടെയും അവരുടെ ടേസ്റ്റ് ബഡ്സിനെ ഇത് എൻജോയ് ചെയ്യിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ധാരാളം പേർക്ക് ജോലി കിട്ടുന്നു. പിന്നെ ഇതുപോലെ നമ്മുടെ അതുപോലെ ക്രിയേറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും നമ്മളുടെ ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ഇതൊരു മെസ്സേജാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുവാനുള്ള ഞങ്ങൾ ഇത്തരത്തിലൊരു എപ്പിസോഡ് i2i ന്യൂസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, വളരെ റെയർലി ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാറ്. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഞങ്ങൾ ന്യൂസ് നൽകുന്നതിൻ്റെ റീസൺ, ഇതിൻ്റെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു ക്വാണ്ടമോ അതിൻ്റെ ഒരു ടേൺ ഓവറിൻ്റെയോ ബേസിലല്ല, ഇതിനകത്തുള്ള പോസിറ്റിവിറ്റി, ഇത് നൽകുന്ന സന്ദേശം. അന്നേരം ഇത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെയേറെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ അത് ഓരോ റീസണും ഇനിഷ്യേറ്റീവ്സ് തുടങ്ങുന്നവർക്കും പല പല ഹിൻഡ്രൻസ് പറഞ്ഞിരിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് മെസ്സേജാണ്. കാരണം ഏത് ഏജിലും എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ഇനിഷ്യേറ്റീവ്സ് തുടങ്ങാം, സക്സസ് ആക്കാം എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഫ്ലെയിംസ്. അന്നേരം അത് ആണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. അന്നേരം ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത മേഡത്തിനും മകൾക്കും i2i ന്യൂസിൻ്റെ പ്രേക്ഷക പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
i2iNews, an eye for truth. i2iNews സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.